പോയിക്കൊണ്ടിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ഇറ്റാലീസ് എന്ന പർവ്വതത്തിൻ്റെ മുകളിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും 10,623 അടി ഉയരത്തിലാണ് ഇത്. അതിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിന് പോകുന്ന കേബിൾ കാറാണ് നമ്മൾ കയറി പോകുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാറ് ഇവിടെയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേഷൻ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ടൂവേ ടിക്കറ്റ് വരുന്നത് 92 ഫ്രാങ്കാണ്. സ്വിസ് ഫ്രാങ്കാണ്. അവിടെ യൂറോ ഒന്നും സ്വീകരിക്കില്ല, ഫ്രാങ്ക് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോപ്പ് കാറിലാണ്. അപ്പോൾ എന്നോടൊപ്പം ചേരുക, നമുക്ക് ഈ കാഴ്ചകൾ കണ്ടു മടങ്ങണം. ഓക്കെ. ആദ്യം ഒരു സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇറങ്ങത്തില്ല. മുകളിലോട്ട് പോകും, പിന്നെ മുകളിലോട്ട് പോവാം. നമ്മൾ ഈ കൂടിനകത്ത് കാരണോട് എയർ കിടക്കുന്നില്ല, കാരണം തണുപ്പ് അറിയില്ല. ഇറങ്ങും, ഇതിനകത്ത് ഇറങ്ങലോ. എന്നിട്ട് നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഭക്ഷണം വരും. ആ, മുകളിലല്ല എല്ലാ പരിപാടിയും. ഇനി നമ്മളവിടെ കാണാനുണ്ട് കുറെ സ്ഥലം കാര്യങ്ങള്. ആ കണ്ടു കഴിഞ്ഞിട്ട് നമ്മള് ഭക്ഷണത്തെ ടൈം ആകുമ്പോ ഒരു പറയുന്ന ഇത് വരും. ഇതാ അറ്റത്ത് നിന്നുണ്ട്, അതിന്റെ മുകളിലേക്ക് നോക്കി, ഏറ്റവും മുകളില്. ആ, അവിടേക്കാണ് നമ്മള് പോകുന്നത്. ആൾ താമസമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫോണല്ലേ, മ്യൂസിക്കാന്ന് വരും. റോഡിലാ പശു എടുക്കുന്നുണ്ടോ? ഇതൊരു ഷോപ്പാ. ഇതുണ്ട് പശുക്കൾ, അവിടെ മേയുന്ന പശുക്കൾ. ഈ പശുക്കളൊക്കെ ലക്കിയാണ്, നല്ല പുല്ല് തിന്നോളാം. നമ്മുടെ അമേരിക്കയിലൊക്കെ ചുമ്മാ അമേരിക്കയില് ഉണക്കപ്പശു അല്ല, ഉണക്ക കച്ചിയൊക്കെ കൊടുക്കുന്നത്. അതുകൊണ്ട് അമേരിക്കൻ പാൽ ഇവരാരും എടുക്കത്തില്ലല്ലോ. അമേരിക്കയിലെ പാൽ ഇവിടെ നിരോധിച്ചിരിക്കുക എല്ലാ യൂറോപ്യൻ കൺട്രീസിലും. Actually, it is going just straight up. Look at that. പിന്നെ ഇത് എയർ ടൈറ്റ് അല്ലേ, അതുകൊണ്ടാണ് നമുക്ക് തണുപ്പ് തോന്നാത്തത്. മഞ്ഞ് കിടപ്പുണ്ട് അവിടെ ഇവിടെയൊക്കെ.
ഇതാണ് ആകാശ കാഴ്ച. ഇത് നോക്കിയ ഈ കയറ് വരുന്നുണ്ടോ, റോപ്പ് വരുന്ന കുത്തനെയാണ് വരുന്നത്. ബേഡൈ വ്യൂ ആണ് ആകാശക്കാഴ്ച. നമ്മൾ പ്ലെയിനിലൊക്കെ കയറി ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെയുണ്ടായിരിക്കും താഴോട്ട്. ഒരു ബിനോയാണല്ല താഴെ വരണേ. നമ്മള് വന്നത് ആ മരക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാണ്. കാറ് പോണുണ്ടോ അത്രയായിരുന്നു. ഇപ്പൊ എത്ര ഹൈറ്റ് ആയിട്ട് പറയാൻ പറ്റൂല. മഞ്ഞ് വന്നുണ്ടോ. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ നടന്നു വന്നിട്ടുണ്ട്. കണ്ടോ താഴെ കമ്പടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മനുഷ്യൻ കയറി വന്നിട്ട് ചെയ്ത പണി തന്നെയാണല്ലോ. നമ്മൾ ഇതാണ് ഫസ്റ്റ് സ്റ്റേഷൻ ഉണ്ട് അല്ലേ. ഇവിടെ ഇറങ്ങണ്ടെന്നല്ലേ നമ്മളോട് പറഞ്ഞു. വരുന്നവര് വിനോദ് വരുന്നുണ്ട്. ഇവിടെയല്ല ബിനോയ് ഇതായിരിക്കണം. ആണെങ്കിൽ ഇവിടുന്ന് വിളിച്ചു ചോദിച്ചാൽ മതി. ഇതാ വരുന്നു ഇങ്ങനെ തിരിഞ്ഞു. നമ്മളിതാ പോണു അങ്ങോട്ട്. ഇവര് റിട്ടേൺ വന്ന ആൾക്കാരാ. ഈ ഡോറടച്ചാല് കുറയും. അപ്പൊ നിങ്ങള് മേടിച്ചില്ലേ? അവർക്ക് പറ്റി ഡോളർ വേണം, യൂറോ പറ്റില്ല. എല്ലാം തട്ടിപ്പിട്ട ആൾക്കാർ. ഫ്രാങ്ക് നമുക്ക് അത്ര ഇന്ത്യയിലില്ല. ഞാൻ ഡോളർ എടുക്കാന്ന് പറഞ്ഞു. ഡോളർ പറ്റില്ല. ആ പോണു. എന്താ സ്പീഡ്. മുകളിലോട്ട് തന്നെ ഇനിയും പോവാം മുകളിലോട്ട്. ഇപ്പൊ ഡോർ അടയൂട്ടോ. ഡോർ അടച്ച സ്പീഡ് പോകും. എവിടെ ആൾക്കാര് താമസിക്കുന്നു. ഇവിടെ പാർക്കുണ്ട്. ഇതാ കുട്ടികൾക്ക് ജമ്പ് ചെയ്യാനും നോക്കിയാൽ വലിയ ഹോട്ടലൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ഇവിടെ ഇറങ്ങിയിരിക്കും. ഇതാ അവിടെ വെള്ളച്ചാട്ടം അപ്പുറത്ത്. മഞ്ഞിടിക്ക് വരുന്ന ഈ വെള്ളമാണ്. അയ്യോ ആകെ മഞ്ഞാണല്ലോ. സീ
സീറോ വിസിബിലിറ്റി ആയി അല്ലേ? വെറുതെ മേലേക്ക് പോകുമ്പോ നമ്മള് മരവിക്കും എന്ന് പറഞ്ഞു. അയ്യോ, കാണാനില്ല, ഇത് വരുന്ന കാണാൻ തന്നെയില്ല. കാറ് കണ്ടില്ലേ, അടുത്തെത്തുമ്പോഴേ കാണുന്നുള്ളൂ. ഇപ്പൊ വരുന്നതെല്ലാം empty ആയിട്ട് വരുവാ. വിനോദിനൊന്നും കാണാൻ തന്നെയില്ല. അയ്യോ, സീറോ വിസിബിലിറ്റി ബെറ്റർ ആയിട്ടോ ഇവിടെ വന്നപ്പോ. ഒരു മനുഷ്യനുണ്ടോ? അതെ, ഈ മറ്റേ ഇതില് എസ്കിമോ പോലെ. ഹിമാലയത്തിലേക്ക് പോയില്ലേ, എവറസ്റ്റിലേക്ക്. അല്ല, ഇവിടുത്തെ കാര്യമായിരിക്കും. അതെ, അവന് അത്രയും സെറ്റപ്പിലാണ് പോണ, കണ്ടില്ലേ, കോട്ടും സൂട്ടും. അവരൊക്കെ ഡെയിലി നമ്മള് വിചാരിച്ചു ആക്ച്വലി ഇതൊക്കെ മഞ്ഞാണ്, പക്ഷെ ഇതിന്റെ ഒന്നും മഞ്ഞില്ല, ഇതെല്ലാം കല്ല, വെള്ളക്കല്ല. അങ്ങോട്ട് ചെല്ലുമ്പോ അത് മഞ്ഞാണ്. നമ്മള് താഴ്ത്തുനിന്ന് നോക്കുമ്പോ ഇത് മഞ്ഞ് പോലെ നമുക്ക് തോന്നില്ല. പക്ഷെ അയ്യോ, ഇനിയും ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ഇനി നമ്മള് പോവോ ഒത്തിരി. വാ, this is really wonderful. അതിന് പൈസ കൊടുക്കണം, ഇതിന് പൈസ കൊടുക്കണം. അവിടെ ഒരു തടാകം നോക്കി, വെള്ളം ഒഴുകി വരുന്ന ഇതൊക്കെ റോഡുണ്ട് തോന്നിട്ട്. നീ ഇവിടുന്ന് അങ്ങോട്ടില്ല, അതാ അതിന്റെ മുകളിൽ വീട്. ഇലക്ട്രിസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിലും ഇതൊക്കെ ഇലക്ട്രിസിറ്റി ഇല്ലാതെ പറ്റത്തില്ലല്ലോ ഇപ്പൊ നമ്മളീ പോകുന്നൊക്കെ. അതിന്റെ ലൈനായിരിക്കും ആണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ കാശി അടിച്ച് വരുന്ന കേട്ടോ. നമ്മൾ ഏകദേശം മഞ്ഞിന്റെ അടുത്തേക്ക് എത്തി തുടങ്ങി. അതിന്റെ മുകളിലേക്കും കയറുന്നുണ്ട് ഈ സാധനം. അവിടെ ഒരു സ്റ്റോപ്പ് കാണുന്നു, ഒരു കൂട്. അതാണ് ഈ സെക്കൻഡ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്. എന്തായാലും സമ്മതിച്ചു. കല്ലാണ്. രണ്ട് കാര്യം ഇപ്പൊ നമുക്ക് ഇവിടെ വന്നുകൊണ്ട് മച്ചം കിട്ടി. ഒന്ന് മാർപ്പാപ്പയെ കാണാൻ പറ്റി. ഇതിപ്പോ മാർപ്പാപ്പയെ കാണാൻ പറ്റിയില്ലെങ്കിലോ, നമ്മള് വൈകിട്ട് വന്നു വെച്ചെങ്കില് നമുക്ക് രാത്രി പോലും കിടക്കാൻ പറ്റില്ല. നമുക്കൊരു വലിയ ബ്ലെസ്സിങ് തന്നെയാണ്. സ്പീഡ് കുറഞ്ഞ അതാ നമുക്ക് തോന്നുന്നത്. ഇത് മഞ്ഞ തന്നെയാണെന്നുണ്ട് അല്ലേ? അല്ല, പക്ഷെ ഇതും മഞ്ഞ് തന്നെയാണ്. അത് മഞ്ഞാണ്, അത് മഞ്ഞാണ്. ഇതൊക്കെ മഞ്ഞ തന്നെയാണ്. ഐശ്വര്യക്ക് വെള്ളം വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ? പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ഈ കാറിൽ അപകരണം കേട്ടോ, അല്ലെങ്കിൽ അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും അല്ലേ? സെൽഫി Very nice. Smile, please, smile. Wow, wow. കാണേണ്ട കാഴ്ചയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മള് ഇവിടെയൊക്കെ വന്ന് കാണണം. പറഞ്ഞു കേൾക്കുന്നതല്ല, വന്ന് കാണുന്ന തന്നെയാണ് അതിന്റെ. കണ്ടോ, നമ്മൾ കേബിൾ കാറിന്റെ ഉള്ളിലാണ് നിൽക്കുന്ന കേട്ടോ. It's melting. എല്ലാം മഞ്ഞാണ്.
ഇതൊക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല ഇവിടെ വരിക എന്ന് പറഞ്ഞാൽ. ഇതേ ഇങ്ങനെ അല്ലാതെ ഇവിടെ വരാൻ സ്വപ്നം കാണാൻ പറ്റില്ല. നമ്മളിപ്പോ എത്ര അടി ഉയർത്തിലാണ് നിൽക്കണേ സമുദ്രനിരപ്പിന്ന്. ആൽപ്സ് പർവ്വതം എന്ന് പറയുന്നേ അതിന്റെ ഒരു ഭാഗം. ഭാഗം. ഇനി നമ്മള് ഈ ഇതുപോലെ ഒരു സ്ഥലത്താണ് ഹോട്ടലിൽ താമസിക്കാൻ പോണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ വിൻഡോ തുറന്നു കഴിഞ്ഞാല് ഇതുപോലെ മഞ്ഞ് വീണ് കാണാമെന്ന് പറഞ്ഞു. ഈ നേച്ചർ എന്ന് പറയുന്നതല്ലേ, ഗോഡ് ഹാസ് ക്രിയേറ്റഡ് സോ വെൽ. നേച്ചർ പെർഫെക്റ്റ് ആയിട്ട് മനുഷ്യന് ഇതിന്റെ എന്തെങ്കിലും ഒരു പോർഷൻ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയാണ് നമ്മള് മഞ്ഞല് വീഴൂന്ന് പറഞ്ഞ എനിക്ക് തോന്നേ. ഇതാ അപ്പുറത്ത് പോണെങ്കിൽ അങ്ങോട്ടാണ് ഇനി പോണേ. ഇതാണ് സെക്കൻഡ് സ്റ്റേഷൻ തോന്നുന്നു. അവിടെ ഇനി അങ്ങോട്ടില്ല റൂട്ട്. റൂഫുണ്ട്. ഇതാ പോണു. അല്ല, ഇത്ര ഇവിടെ ഉള്ളൂ. ഇത് സെക്കൻഡ് സ്റ്റേഷൻ കഴിഞ്ഞ് മുകളിലോട്ടില്ല. ഇതാ അവിടെ ഉണ്ടെന്ന്. ഇവിടെ ഇതാ പോണ അങ്ങോട്ട്. ഇതാ അയ്യോ, അത് നമുക്ക് പോകാൻ പറ്റുമോ? പിന്നെ അതാണ് ഏറ്റവും ടോപ്പ്. അവിടെ പോവാം നമ്മൾ. അവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷേ ആളുകൾ ഇറങ്ങി ഇവിടെ കേട്ടോ നിന്നിട്ട് നന്നായിട്ട് ഡോർ തുറന്നിട്ട് ഇറങ്ങിയാൽ മതി. ആ ഇറങ്ങിക്കോ. ഇറങ്ങ അല്ലെങ്കിൽ ഇത് പോവും. ബെല്ലടിച്ചിട്ട് നിർത്തുന്നില്ല. എന്ത് പരിപാടിയാണ് പറഞ്ഞ. എന്നെ കാണാണ്ടോ? നമ്മൾ ഇത് രണ്ടാമത്തെ സ്റ്റേഷനിലെത്തിയേക്കണേ. ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം. അവിടെയും നമ്മുടെ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. എന്നിട്ട് വേണം കിടക്കണമെങ്കിൽ. അപ്പോൾ ഇനി അവിടെ കടന്നിട്ടില്ല കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് വീണ്ടും സ്കാൻ ചെയ്യണം. ഇതൊക്കെ സർവ്വ സ്ഥലത്തും സ്കാൻ ചെയ്യണം. അടുത്ത ക്യാബിനിൽ കയറാനാണ് കേട്ടോ. ഹായ്, തണുപ്പ് തുടങ്ങി. അല്ല, എല്ലാവരും കൂടിയിട്ടല്ലേ കാരണം. അവര് വേറെ നമ്മൾ വേറെ.